നമ്മൾ ന്യൂ ഇയർ നമ്മൾ സ്റ്റാർട്ടായി നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് വന്നു. പക്ഷേ കഴിഞ്ഞ ഇയറിലെ കാര്യം നമ്മൾ ഡിസംബർ 31 എല്ലാം ആകുമ്പോഴേക്കും നമ്മൾ ചിന്തിച്ചു വന്ന കാര്യം എന്താ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടില്ല, എല്ലാം നിന്നുപോയി. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം എനിക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം, എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂപ്പറായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചു ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ജനുവരി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മൾക്ക് തന്നെ അറിയാം ഈ വർഷവും നമ്മൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നമ്മളെ ലൈഫ് അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലേക്ക് എന്തൊക്കെയോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു 10 kg കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളല്ലേ. അതുപോലെ ചിലപ്പോൾ ജോലി ആവാത്തവർക്ക് ഇന്ന് ജോലി ആവണം എന്നൊക്കെ ഞാൻ ഈ വർഷം അങ്ങനെ പരിശ്രമിക്കും, എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം നന്നായിട്ട് പഠിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇതൊരു 1 month അല്ലെങ്കിൽ ഒരു 2 month അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇത് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്ലോ ആയി വന്നു തുടങ്ങും. നമ്മളെ ലൈഫിലെല്ലാം വളരെ നമ്മുടെ ലൈഫേ മാറും. നമ്മളുടെ ലൈഫ് നമ്മളുടേതായ സർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും മുന്നോട്ട് അതേപോലെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അത് റെഗുലറായിട്ട് നടക്കുന്ന കാര്യം. ഇപ്പം ഞാനും എൻ്റെ ലൈഫിൽ അങ്ങനെ ആട്ടോ, മുന്നേക്ക് ഞാൻ അതാക്കും ഇതാക്കും അങ്ങനെയാക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടൊക്കെയും പക്ഷേ പറ്റാറില്ല. പക്ഷെ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാട്ടോ, ഞാൻ കൊണ്ടുപോകുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും മടിയായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്നെ പോലെ ടൈമില്ല, ലൈഫ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ടൈമില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു സ്മോൾ ആയിട്ടുള്ള ഹാബിറ്റ് ആട്ടോ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല പഞ്ച്വലായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഇത്ര kg ഈ 1 month കുറയ്ക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്കൊരു ചെറിയ ബേബി ഉണ്ട്, അതേപോലെ കുറച്ചും കൂടെ വലിയൊരാളും കൂടി ഉണ്ട്. ഈ 2 പേരുടെ കാര്യം അതേപോലെ ലൈഫിലെ കാര്യം അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും എല്ലാം കൂടെ നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ദിവസം ടൈമേ ഉണ്ടാവില്ല. ഞാൻ എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഒരു ദിവസം ചെയ്യാൻ പറ്റും, പിന്നെ തന്നെ 2 ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് എൻ്റെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത്. ഇതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഒരു വർഷത്തേക്ക് കൂടെ എനിക്ക് ചിലപ്പം ഇങ്ങനെ പഞ്ച്വലായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഈ 5 ഹാബിറ്റ്സ് നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു തുടക്കക്കല്ല് ഇടാൻ പറ്റും. നമ്മളെ ലൈഫ് പഞ്ച്വലായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മളെ ലൈഫ് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എപ്പോഴും നമ്മളൊരു കാര്യത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് 10 kg 3 മാസം കൊണ്ട് കുറയ്ക്കണം വെച്ചിട്ടായിരിക്കും ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ വിചാരിച്ച ഒരിക്കലും നടക്കില്ല കേട്ടോ. നമ്മൾ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണ്. അത് നടത്തിയെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ അതിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാർക്ക് പറ്റും കേട്ടോ. അതില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മളെക്കൂടി ഇങ്ങനെ സാഹചര്യമുള്ള ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ കുറച്ച് ഹാബിറ്റ്സ് കൊണ്ടുവരാണെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഈ കുഞ്ഞു സ്മോൾ ഹാബിറ്റ്സ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിഗ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് നമ്മൾ ഈറ്റ് ചെയ്യുന്നത് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ബിഗ് ചാലഞ്ച് ആണല്ലോ എന്ന്, അല്ലെങ്കിൽ ഒരു ബിഗ് ആയിട്ടുള്ള ഹാബിറ്റ് ആണല്ലോ എന്ന് വിചാരിക്കും. ഒരിക്കലല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിൽ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് തന്നെ വേണം, അത് മസ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ ഓളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പറ്റില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ജങ്ക് ഫുഡ്സ് ഒന്നും ഞാനിനി കഴിക്കില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾക്ക് എന്തായാലും ഒരു ചീറ്റിങ് സംഭവിക്കും. അപ്പം അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരാണ്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമില്ലടോ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ ഒരു ദിവസത്തിൽ ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇന്നൊരു ഫ്രൂട്ട് കഴിക്കും അല്ലെങ്കിൽ ഇന്ന് കുറച്ച് വെജിറ്റബിൾ സാലഡ് കഴിക്കും എന്നുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒന്ന്. അല്ലാതെ ഡയറ്റ് മൊത്തത്തിൽ സൂപ്പറായിട്ട് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്തിനെ നോക്കും എന്നല്ല, അത് നമ്മൾ ചെയ്യണം കേട്ടോ. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യം
മെല്ലെ മെല്ലെ സ്മോൾ ഹാബിറ്റായിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ബിഗ് ഹാബിറ്റ് ആക്കിയിട്ട് പിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ അങ്ങനെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വെയിറ്റ് ലോസ് ആണെങ്കിലും അതേപോലെ തന്നെ ലൈഫിൽ പല ഹാബിറ്റ്സ് ആണെങ്കിലും നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റിൽ നമ്മളൊരു കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് ഞാൻ ഇത്രയും വെയിറ്റ് ഇപ്പോൾ കുറയ്ക്കും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് തീർക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു ഭാരം തലയിലെടുത്ത് വെക്കുമ്പം തീർച്ചയായിട്ടും അത് പകുതിക്ക് ഇട്ട് പോകാൻ പലർക്കും എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കും. അത് ഡെഫിനറ്റ്ലി ആണ്. അപ്പൊ അങ്ങനെയില്ലാതെ കുഞ്ഞു കുഞ്ഞു സ്മോൾ ആയിട്ട് കൊണ്ടുവരാന്നാട്ടോ ഞാൻ ഈ വീഡിയോയില് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു ഫ്രൂട്ട് എന്തായാലും കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഫ്രൂട്ട് കഴിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ഞാനൊരു വെജ് സാലഡെങ്കിലും കഴിക്കും എന്നുള്ളത്. അതേപോലെ ഒരുപാട് ഷുഗർ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനത് കട്ട് ചെയ്യും. ഞാൻ ഷുഗർ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്യും, ഷുഗർ കഴിക്കില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവായിരിക്കാം, പക്ഷെ ഷുഗർ മാത്രമൊക്കെ എന്ന് കട്ട് ചെയ്ത് ഇത് വലിയൊരു ബെനിഫിറ്റ് ആട്ടോ. എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ ബെനിഫിറ്റ് ആണ്. ഇതുപോലെ സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നമ്മളൊരു ഹാബിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമുക്കതൊരു ഭയങ്കര ബേർഡനായിട്ട് തോന്നില്ല, നമുക്കത് ലൈഫിൽ ഹാബിറ്റായി തന്നെ മാറും കേട്ടോ. ഷുഗർ കഴിക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഷുഗർ കഴിക്കാതെ അങ്ങനെ പോകും. ഇനി ഇൻ കേസ് ഇന്ന ദിവസം ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്തും, എല്ലാ ദിവസവും ഞാനൊരു വെജിറ്റബിൾസ് ഉൾപ്പെടുത്തും. എന്തെങ്കിലും ഇതൊന്നും നമുക്കാർക്കും ആരോഗ്യത്തിന് പറ്റാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും കഴിക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഞാൻ ഡോക്ടറൊന്നും അല്ല. പൊതുവേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു 8 ഗ്ലാസ് അല്ലെങ്കിൽ 2.5 ലിറ്റർ 3 ലിറ്ററോളം വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതും ഒരു ഹാബിറ്റായിട്ട് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്ന നല്ല കാര്യമായിട്ട്. പലരും വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ വെള്ളം അത്രയും റെഗുലറായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഞാനും പലപ്പോഴും ഈ ഒരു ബിസിയുടെ പേരിൽ എനിക്കും വെള്ളം കട്ടായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യം വളരെ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വലിയ ഹാബിറ്റായിട്ട് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആവട്ടോ. ഇപ്പം നമ്മളൊരു കുപ്പി, നമ്മൾ സാധാരണ നോർമലി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുക്കുന്ന കുപ്പി, അതിലൊരു 2.5 ഗ്ലാസ് വെള്ളം കൊള്ളും. ആ ഒരു കുപ്പി നമ്മളൊരു ദിവസം 4 പ്രാവശ്യം നിറച്ച് കുടിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 8 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതും തീരുമാനിക്കുകയാണെങ്കിൽ ലൈഫിൽ വളരെ ഗുഡായിട്ടുള്ളൊരു കാര്യം കേട്ടോ. പലപ്പോഴും വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്ലിയർ സ്കിന്ന്, അതേപോലെ നമ്മുടെ ഹെയറിന് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം എന്ന് പറയുന്നത്. അത് കുറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങൾ ഹാബിറ്റായിട്ട് എടുക്കുകയാണ്. അത് വളരെ അങ്ങനെ വലിയ ഭാരിച്ചൊരു കാര്യമൊന്നുമല്ല. നമ്മൾ എടുക്കുന്ന വലിയ വിശ്വസിൻ്റെ അത്രയൊന്നുമില്ല, വളരെ ചെറിയൊരു കാര്യമാണ്. അത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ പൊതുവെ ഞാൻ പറയുന്ന പോലെ ജേണൽ റൈറ്റിംഗ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതും പലരും എൻ്റെ പല വീഡിയോസിലെ കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്, ജേണൽ എഴുതാൻ പോലും സമയം കിട്ടുന്നില്ല, താല്പര്യമുണ്ട് സമയം കിട്ടുന്നില്ല എന്നൊക്കെ. ജേണൽ റൈറ്റിംഗ് അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പല സമയങ്ങളിലും ചെയ്തു പോണ, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തു പോണ കാര്യമാണ് ഒറ്റ സെൻറ്റൻസിലെ ജേർണലിംഗ് എന്ന് പറയുന്നത്. ബുള്ളറ്റ് ജേർണലിംഗ് ആവാം, അതുപോലെ ഒന്നും അല്ലെങ്കിൽ വെറുതെ ഒരു നോട്ടിലോ ബുക്കിലോ ജസ്റ്റ് സെൻറ്റൻസസ് മാത്രമായിട്ട് എഴുതി വെക്കുക എന്നുള്ളത്. അതും നമ്മൾ ഒരുപാട് മെൻ്റലി ഹെൽപ്പ് ചെയ്യുന്ന കാര്യം കേട്ടോ. നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ എഴുതിയിട്ടിട്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മാത്രം എഴുതി വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ട് അതിന് നന്ദി പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മാത്രമായിട്ട് എഴുതി വെക്കുക. നമുക്ക് ടൈമില്ല ഒരു കാര്യം, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കിൽ ഒരു ലൈനായിട്ട് മാത്രം എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും കേട്ടോ. ഹാബിറ്റ് ആവും, ഡെഫിനറ്റ്ലി ഹാബിറ്റ് ആവും. ഞാൻ ജേർണൽ റൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ പോലും ഞാൻ ഒറ്റ സെൻറ്റൻസ് എഴുതി അത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒറ്റ സെൻറ്റൻസായിട്ട് എഴുതുന്ന സമയത്ത് അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ മെൻ്റലി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജേർണൽ റൈറ്റിംഗ് മുന്നോട്ട് പോവുകയും ചെയ്യും, നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം നമ്മളുടെ ആ ഒരു പേപ്പറിലേക്ക് വരികയും ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്മോൾ ഹാബിറ്റാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഹാബിറ്റാവും. പിന്നീട് നിങ്ങൾക്കിത് വളർന്ന് ഒരു ജേർണൽ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല ഹാബിറ്റ് ആവും. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഇപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം ചിലർക്കെങ്കിലും വയ്യാന്ന് തോന്നും കേട്ടോ. നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടെക്കായിട്ടുള്ള കാര്യങ്ങളില്ല, ലാപ്പ്, ഈ TV ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഈ വക കാര്യങ്ങളായി ഫ്രീ ആയിട്ടുള്ള കുറച്ച് അവേഴ്സ് എങ്കിലും, ഒരിക്കൽ 1 അവറോ 2 അവറോ 2 അവറോ 3 അവറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കുറച്ച് അവേഴ്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക ലൈഫിൽ ഒരു ദിവസത്തിൽ. അത് ശ്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ചിലപ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വർക്കൊക്കെ ചെയ്ത് വന്ന് വീട്ടിലെത്തിയാലും ആ ഒരു ഫ്രീ ടൈമൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 അവറെങ്കിലും
ഫ്രീ ആയിട്ട് അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒന്നും ഇല്ലാതായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്ന ഹാബിറ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം കേട്ടോ. ബുക്ക് റീഡ് ചെയ്യാം, ചിലപ്പോൾ പാർട്ട്നേഴ്സുമായിട്ട് പോയിട്ട് സംസാരിച്ചിരിക്കാം, പാരൻസിനായിട്ട് സംസാരിച്ചിരിക്കാം, കുട്ടികളായിട്ട് കളിച്ച് സംസാരിക്കാം. ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ ഹാബിറ്റ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. 1 hour അല്ലെങ്കിൽ 2 hour എങ്കിലും ഫ്രീ ആക്കാം മൊബൈലിനെ. നിങ്ങളുടെ തെറ്റായിട്ടുള്ള കാര്യത്തെ ഫ്രീ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്മോൾ ഹാബിറ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ലൈഫിന് ബിഗ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ഇതിലേക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ടെക് ഫ്രീ ആയിട്ടുള്ള ഒരു മൊബൈൽ അല്ലെങ്കിൽ ഫോൺ, TV ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്താം. ഈ ഒരു കാര്യം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ഹാബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ പറയാൻ പോണത് ചിലപ്പോൾ നിങ്ങൾ പറയും ഈ ആദ്യം പറഞ്ഞ പോലെ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഈ പറയാൻ പോണതും ഒരു ബിഗ് ഹാബിറ്റാണ് ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറയാൻ പോണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കതൊന്നും ടൈം കണ്ടെത്താൻ പറ്റണില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡെയിലി എക്സസൈസ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്മോൾ ഹാബിറ്റായിട്ട് ഒന്നിക്ക് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് റൂമിൽ നിന്ന് താഴേക്ക് പോകുന്ന സ്റ്റെയർ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാൻ മാത്രം ചെയ്യാം. ദാറ്റ്സ് എ സ്മോൾ ഹാബിറ്റ്. അത് മാത്രം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ വെറുതെ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക. നിങ്ങൾ സ്മോൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അത് നിങ്ങളൊരു എക്സസൈസ് എന്നുള്ള പേരിലൊന്നും എടുക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സ്മോൾ ഹാബിറ്റായിട്ട് എടുക്കുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നിക്ക് സ്റ്റെയർ കയറി ഇറങ്ങുക, അല്ലെങ്കിൽ ഒന്ന് ഈവനിങ് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്ന് മുറ്റത്തൊക്കെ നടക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഹാബിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നീട് ആ ഹാബിറ്റ് ഒരു എക്സസൈസ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്മോൾ ഹാബിറ്റ് ഇങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്നിക്ക് മക്കളുമായിട്ട് മൂവ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈവനിങ് വാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എക്സസൈസ് എന്ന് പറഞ്ഞൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ സ്മോൾ ഹാബിറ്റ്സ് ഒക്കെ പിന്നീട് വളർന്ന് ഒരു ബിഗ് ഹാബിറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരിടണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നര പാടെ പോയിട്ട് ഈ ഒരു 1 month കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ആക്കും എന്ന് ഒന്നര പാടെ പോയിട്ട് ചെയ്യാതെ നമ്മളതിന് മെല്ലെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ഹാബിറ്റാക്കി സ്മോൾ ഹാബിറ്റൊക്കെ കൂടി വരുമ്പം അത് ലൈഫിൽ ഒരു ബിഗ് ഹാബിറ്റായി തന്നെ മാറും. അത് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഇതിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ എടുക്കാതെ നമ്മുടെ ലൈഫിലേക്ക് അതൊരു ഈസി ആയിട്ടൊരു ഹാബിറ്റായിട്ട് മാറും. ഇങ്ങനെ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സാധാരണ ഒരു കാര്യമായിട്ട് വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാട്ടോ ഞാൻ എൻ്റെ ഹാബിറ്റ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരൽ. ഇതുപോലത്തെ സ്മോൾ ഹാബിറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു കാര്യം കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ എന്തായാലും ശ്രമിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഞാനിപ്പം ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഹാബിറ്റായിട്ട് കൊണ്ടുവരാത്ത കുഞ്ഞു ഹാബിറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതൊരു കുഞ്ഞു ഹാബിറ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റ്സൊക്കെ നമ്മൾ പോലെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ബിഗിനറായിട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കരുത്. നമ്മളെ ലൈഫിൽ ഒന്ന് ഇയർലി അല്ലെങ്കിൽ മന്ത്ലി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടാവാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യം, എനിക്ക് ടൈം ഇച്ചിരി കുറവാണ്. അപ്പം എനിക്ക് ബുക്ക് റീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമാണ്. കാരണം കുറേ അറിവ് നമുക്കതിൽ കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് റീഡ് ചെയ്യാം. പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ഇയർ അല്ലെങ്കിൽ ഒരു 3 months കൂടുമ്പോഴത്തേക്ക് ഞാൻ ഒരു ബുക്ക് റീഡ് ചെയ്ത് കഴിയും എന്നുള്ള ഒരു ഹാബിറ്റും കൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതും കൂടെ ഒരു ആഗ്രഹമുണ്ട്. നമുക്കൊരു ദിവസം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മാസം ചെയ്യുന്നതോ ആയിരിക്കില്ല. പക്ഷെ ഒരു ആക്ടിവിറ്റിയും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇൻ കേസ് വീട്ടമ്മമാരായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുക്കള തോട്ടിൽ ഞാൻ ഒരു ചെടി വെക്കും. ആ ചെടി ചിലപ്പോൾ നിങ്ങൾ ഇയർലി ആണ് ആ ഒരു ആക്ടിവിറ്റി എടുത്തെങ്കിൽ അത് ഒരു ചെടി വെച്ചാലും അടുത്ത ഇയറിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. കാരണം ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കാം. നിങ്ങൾ ഈ സ്മോൾ ഹാബിറ്റ്സിൻ്റെ കൂടെ ഇതൊരു സ്മോൾ ഹാബിറ്റാണ്. അതായത് എപ്പോഴും ചെയ്യുന്നതല്ല. അതായത് ബുക്കും റീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചിലപ്പം ജോബിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരുപാട് ടൈം എടുത്തായിരിക്കും റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തായിരിക്കും ഒരു പ്രോസസ്സ് ചെയ്ത് തീർക്കുക. അപ്പം അതാണെങ്കിൽ പോലും ഒരു ബുക്ക് ഞാൻ റീഡ് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഹാബിറ്റിൽ എടുക്കുക. നമ്മളൊരു ദിവസം ടൈം കണ്ടെത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം ടൈം കിട്ടുക, പക്ഷെ അത് റീഡ് ചെയ്യുക. അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതും കൂടെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഞാൻ ലൈഫിൽ
ഇപ്പം ഈ ഒരു 2 ഇയർ ആയിട്ട് 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ആണ്, സ്മോൾ ഹാബിറ്റ്സ് ആണ്. ഈ സ്മോൾ ഹാബിറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, അതേപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, ഡെയിലി ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇൻടേക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ ഞാനിപ്പോൾ പഞ്ച്വലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്മോൾ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഹാബിറ്റ് ആക്കി എടുത്തില്ലെങ്കിൽ പോലും ഒരു ഹാബിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്താൻ പോകുന്ന ചേഞ്ച് വളരെ വലുതായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.